മാഷ് കഥ എഴുതി കൊണ്ടെല്ലാം പറയണല്ലോ. എന്ത് കഥ കിട്ടുക? ഇതിന്റെ കഥ എഴുതണല്ലോ. ഞങ്ങളെ പഴയ മാഷല്ലേ പോകുന്ന, മാഷിനോട് കഥ ചോദിച്ചേക്കാം. മാഷേ അവിടെ നിക്കേ. എന്താ പോണേ? മാഷക്ക് എന്തെങ്കിലും കഥ അറിയെങ്കിൽ എനിക്കൊരു കഥ പറഞ്ഞു തരുമോ? എന്ത് കഥ എനിക്ക് വേണ്ടേ പോണേ? എനിക്ക് സ്കൂൾക്ക് മാഷ എഴുതി കൊണ്ടുപോകാനൊരു കഥ പറഞ്ഞിരുന്നു. ആ ഏതെങ്കിലും ഒരു കഥ പറഞ്ഞു തരുമോ? എനിക്കൊരു കഥ പാടല്ലേ? എൻ്റെ ഉപ്പയുടെ കഥയിലെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പാന്റെ എൻ്റെ ഉപ്പയുടെ ഒരു വലിയൊരു കഥ ഉണ്ട്. എല്ലമ്മ ഇപ്പൊ ഓർക്കാണ് കഴിച്ചാത്തോടത്ത് ഓർക്കാണ് ഈ പോണത്. എന്റെ കുട്ടിനെ കാണാൻ പോവാണ്. എന്റെ കുട്ടിനെ ഞാൻ പറഞ്ഞിപ്പോ ഈ പോക്ക് പോണ്ട. എവിടേക്കാണ് ഈ വെജാത്തോടത്ത് പോണത്? എത്ര കണ്ടാ പോവല്ലേ? ഇപ്പോളേ പേരക്കുട്ടി കാണാൻ പോവാണേ. പേരക്കുട്ടി കാണാൻ വലിയ പൊടിയാണ്. ഓളിപ്പോ നാളെ മറ്റാളിന്റെ പേരൂല്ലേ? അതിപ്പോ പറഞ്ഞാ കേക്കോ? കേക്കാതല്ലപ്പാ പോക്ക് പോണത്. എന്ത് ചെയ്യാനാ? എല്ലാ ബാപ്പാന്റെ ഓപ്പറേഷത്തിന് 6 ലക്ഷം ഉറുപ്പാവുന്ന പറയണത്. എന്തപ്പോ നമ്മള് കാട്ടുക? എന്താ ചെയ്യാ? ഞാൻ മട്ടം പോലൊക്കെ ചെയ്തോടി. പൈസ പറ്റാ പോരല്ലോ പതിന്. എന്താ കാട്ട ബാവ, ഇന്റെ ഒന്നും ഒക്കൂലട്ടാ. നാട്ടുകാരെ കാര്യത്തിന് വേണ്ടിട്ട് ഒരുപാട് ഭൂമി വിറ്റ് ബാപ്പ വെറുതെ ഇന്ന് ആ പള്ളിയിലത്തെ പറമ്പുണ്ടെങ്കില് എത്ര ഉറുപ്പ്യെന്നറിയോ? അതൊക്കെ ഇപ്പൊ പൊന്നമ്പലയുടെ ഭൂമിയായി. എടാ അന്നൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞേക്കണ് അത് വിൽക്കണ്ടാന്ന്. അത് ഞാൻ പറഞ്ഞാൽ ഇന്നേറ്റ് എന്നും തിരക്കും പടിയാണ്. എന്താ ചെയ്യാ? മൂപ്പര രീതിക്ക് അനുസരിച്ചാണ് പോയി. അതോടൊപ്പം എന്തുണ്ടായി? നമ്മക്കൊന്നുമില്ലാണ്ടായി. നാട്ടുകാര് വാപ്പാനെ ആണ് പൊക്കി വെച്ച് നാട്ടുകാര് നന്നായി. അതിനുണ്ടായത് ഇപ്പൊ പാപ്പി അന്ന് കൊറേ ഒക്കെ ശ്രദ്ധിക്കണ്ടായിരുന്നു. എനിക്കറിയില്ല എന്താ ചെയ്യാ. ബാപ്പാനെ എല്ലാവർക്കും അന്ന് വലിയ കാര്യമായിരുന്നു. ആർക്കും വേണ്ട. എന്താ കാക്ക റോട്ട് പോലെ നടക്കുന്ന ജനങ്ങൾ കൈയാറ്റത്? ഒന്ന് അരൂക്ക്. സാന്ത വണ്ടി റോട്ട് പോയി ഏറിക്കാണ് നടക്കുന്ന കയ്യാട്ടല്. ഒന്ന് അരൂക്ക് മാറി നിന്നോടാ. സാന്ത കേറ്റാലും സ്വീപ്പാണ്. 1-2 മണിക്കൂറായി പറഞ്ഞിട്ട് ഒരു വണ്ടി കാറയായിട്ട് നിർത്തുന്നില്ലല്ലോ. കുട്ടീനെ കാണായിട്ട് വല്ലാത്തൊരു പൂർത്തിയായിട്ടോ. പോവാ. എന്തേ കാകടപ്പെടാ വന്നു? ഞാന് എന്റെ പേരക്കുട്ടിനെ കാണാൻ വേണ്ടിട്ട് പോവാണ്. കൊറേ നേരമായി നിക്കല തുടങ്ങിയിട്ട് ഒരു വണ്ടി നിർത്തണില്ല. ഈ വിജയത്തോടത്ത് അങ്ങോട്ട് പോകണം. അവരോട്ട് വരൂല. ഓല് 2 ദിവസം കഴിഞ്ഞാൽ വരും. എനിക്ക് കുട്ടീനെ കാണായിട്ട് വല്ലാത്ത പൊറുതിയേട്. ഓല ആ കളിയും ചെറിയൊക്കെ അങ്ങനെ മനസ്സ് കാണാം. അപ്പം ഞാൻ അങ്ങനെ വെക്കണ വരി കയറിയതാ. ഒരു വണ്ടിക്കാരും കൈയ്യട്ടി നിർത്തണില്ല. കുറേ സമയമായി. പണ്ട് നമ്മൾ ഈ റോഡുണ്ടാക്കിയ കാലഘട്ടമൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടാ? അതൊക്കെ എനിക്കറിയാം. നമ്മൾ എത്ര സഹിച്ചാണ് ഈ റോഡൊക്കെ ഉണ്ടാക്കിയത് ആ കാലത്ത്. എന്താ ചെയ്യുക, ഞാനതിങ്ങനെ ഇവിടെ ഒന്ന് ഓർത്തു പോയി. ആ കുട്ടികൾക്കൊന്നും ഈ ഉപ്പേ പഴയ കാലത്തെ കഥകൾ ഓർത്തെടുത്ത് കുറെ പറഞ്ഞു. എന്താ പാറുകൊള്ളി എന്താ ചാടിക്കളിയൊക്കെ അറിഞ്ഞില്ല. നമ്മളെ പള്ളിടായിണ്ടല്ല റോഡൊക്കെ പോകണേ. എനിക്ക് സ്വകല്യ ചങ്ങാതി. അത് എത്ര കാലയൊക്കെ ഉണ്ടാക്കലൊക്കെ അത് ഇനി നടക്കുവോ? അതൊക്കെ ഉണ്ടല്ലോ ഇപ്രാവശ്യം നടക്കും. അതെന്താ? അത് ഏറ്റെടുത്തിങ്ങനെ ആരാന്നറിയോ? കടവത്തെ ഖാദറാണ്.
കടവത്തെ കാതർ ഏറ്റെടുത്തേക്കണ ഞാൻ എന്നാ നടന്നൂടാ ഇല്ലട്ടാ. അതല്ല ഞാൻ എന്നോട് പറഞ്ഞത്. ആരപ്പ എന്നോട് പറഞ്ഞത് അയാൾ ഏറ്റെടുത്തേക്കണത്? അതല്ല എന്നോട് ഞാൻ പറഞ്ഞു മൂപ്പരാൾ ഏറ്റെടുത്തിരുന്നേ. മൂപ്പര് ഏറ്റെടുത്ത പരിപാടിയൊക്കെ മൂപ്പരാളുണ്ടല്ല വൃത്തിയായിട്ട് ചെയ്യും. അതല്ല നമുക്കൊക്കെ ഇത്ര അത് ധൈര്യം. ശരിയാണ്. എന്റെ പെങ്ങളെ കാര്യം അത്രയും പ്രശ്നം ഉണ്ടായിട്ടേ മൂപ്പരാളാണ് ഒക്കെ ശരിയായിട്ട് തന്നത്. പിന്നെ അത് സ്വന്തം നെല്ലടോ. അംഗനവാടി, സ്കൂള്, റേഷൻ കട ഇതിനൊക്കെ അയാൾ മുൻകൈ എടുത്തതുകൊണ്ട് നമുക്ക് കിട്ടിയതാണ്. അങ്ങനെ എത്ര കാര്യം. അവൻ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടെങ്കിലും അവൻ പറഞ്ഞ കാര്യം ശരിയാക്കും. അതല്ല ഞാൻ പറഞ്ഞത്. റോഡ് നമുക്ക് ഏകദേശം ഉറപ്പിച്ച. അന്ന് ഉപ്പായി എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളായിരുന്നു. അല്ല ബി പി, ആ. നമുക്കിപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ ആയല്ലോ. ആ. നമുക്ക് സ്ഥാനാർത്ഥിനെ വേണ്ടേ? വേണം. നമുക്ക് ആ കടവത്ത് കാതറിനാക്കി എങ്ങനെ ഉണ്ടാവും? അത് നേക്കാം. ആ. അയാൾക്ക് പ്രത്യേക രാഷ്ട്രീയം ഇല്ലാത്ത ആളാണ്. അതിന് മൂപ്പര് നമുക്ക് സ്വന്തം സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ചാ പോരെ? ഓരോ വീട്ടും കടവത്ത് കാതറിന് അത് പറയാൻ തന്നെ നല്ലൊരു ഗുമ്മുണ്ട് കേട്ടോ. മൂപ്പര് തന്നെ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ്. മൂപ്പര് നിന്ന് കഴിഞ്ഞാൽ 100% ജയിക്കുന്ന ഉറപ്പാണ്. അതുണ്ടാവും. നമസ്കാരം. നിങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി നിങ്ങൾ തിരക്കിയായിരുന്നു. ആ, അപ്പോൾ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷെ എനിക്ക് അതിൽ വലിയ താല്പര്യമില്ല. അതിപ്പോൾ ശരിയാവില്ല. ഞാൻ നിങ്ങൾക്ക് പറ്റിയൊരാളെ തരാം. അതാരാള്? അതാളുണ്ട്. നിങ്ങൾ വൈകുന്നേരം വരി കേട്ടാ. നിങ്ങൾ വൈകുന്നേരം വരി, നമുക്ക് സംസാരിക്കാം. ഓക്കെ, ശരി. ആ, വരി വരി. കൂടുതലുള്ള ആള് വേറെ മീറ്റിംഗ് ഉണ്ടായപ്പോ അങ്ങോട്ട് പോയതാ. നമുക്ക് സ്ഥാനാർത്ഥിയായിട്ട് പറഞ്ഞ ആള് പറയാം. അതാ ജംഷീർ ഭായി ഇല്ലത്? എന്നാണ് കാത്തിരിക്കുന്നത്. ഇരിക്കും. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആള്. അപ്പോ ഇവര് ഞാൻ ഇന്നലെ എന്നോട് പറഞ്ഞ കേസ് ഉണ്ടല്ലോ, അതിനുവേണ്ടി വന്നാണ്. റെഡി അല്ലേ? ഇതിപ്പോ എല്ലാവർക്കും സമ്മതം. എന്നാ അധികം വൈകാത്ത നമുക്ക് നോമിനേഷൻ കൊടുക്കാം. ആയിക്കോട്ടെ. അല്ലേ? അതല്ലേ നല്ലത്. അതെ അതെ, ആയിക്കോട്ടെ. ഞങ്ങൾ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ആയിക്കോട്ടെ ചെയ്തോളാം. ഉപ്പാനെ വലങ്കായി നടന്നതാ ജനിച്ചത്. ഉപ്പാനെ ചതിച്ചത് അറിഞ്ഞില്ല. റോഡിനെ പറ്റി എന്താ സംസാരിക്കാൻ? ഇന്ത്യക്ക് ആ റോഡിന് സ്ഥലം കിട്ടൂല. ഇനി ആ റോഡിന്റെ പേര് പറഞ്ഞിട്ട് പേര് ഒരു മണ്ട. നിങ്ങൾ അങ്ങനെ പറയല്ലേന്നു. 5 സെന്റ് സ്ഥലത്തിന് പകരം നിങ്ങൾക്ക് ഞാൻ 10 സെന്റ് സ്ഥലം വാങ്ങിത്തരാം. അതെങ്ങനെ പരിപാടി? നിങ്ങളെ സ്ഥലത്തിന്റെ അടുത്തുണ്ടല്ലോ നമ്മളെ കാതറിന്റെ സ്ഥലം. അതിൽ നിന്നൊരു 10 സെന്റ് സ്ഥലമാണ് നീക്കി തരും നിങ്ങൾക്ക് കണ്ടിട്ട്. അതെ. എന്താ പരിപാടി? 5 സെന്റ് സ്ഥലമല്ലേ നിങ്ങൾക്ക് പോണുള്ളൂ. അതിന് നിങ്ങൾക്ക് റോഡ് ആവശ്യമല്ലേ? ഏത് കാതറിന്റെ കാര്യം ഇപ്പൊ ജി പറഞ്ഞത്? നിന്റെ കൂടെയുള്ള കാതറ് ഓനും ഞാനും കൂടി നിങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്നത്. അത് ശരി, നമ്മളെ വരിയിൽ എന്നാള് അതന്നെ. അല്ലാണ്ട് പറയേ. നിങ്ങൾക്ക് 10 സെന്റ് സ്ഥലവും കിട്ടാണ്, റോഡും കിട്ടാണ്. നമ്മളെ കാര്യമായിട്ടൊന്ന് കണ്ടറിയണട്ടാ. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കത് നോക്കാം. പക്ഷെ ഈ കാര്യം ഞാൻ നിങ്ങളില്ലാതെ ഒരു മനുഷ്യനറിയരുതിട്ടാ. പ്രത്യേകം നമ്മളെ കാതറ് തരരുത്. കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ആ സ്ഥലത്തിന്റെ കാര്യം കേൾക്കണം കേട്ടോ. എന്നാ ശരി. അപ്പൊ പറഞ്ഞ മാതിരി ആയിക്കോട്ടെ. അപ്പൊ കാക്ക പറഞ്ഞ മാതിരിട്ടാ. കാര്യങ്ങളൊന്നും ആരും അറിയരുതിട്ടാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. കുറെ നമുക്ക് ആ റോഡിന്റെ സ്ഥലം എല്ലാവരും തന്ന് റെഡി ആയിക്കണം. ഇനിയിപ്പോ ആചാര്യ യാതൊരു കാരണവശാലും ഇത് പറഞ്ഞാൽ സമ്മതിക്കുന്നില്ല. എന്താ ഇനി ചെയ്യാൻ? ഞങ്ങൾ പറഞ്ഞതിന്റെ ശേഷം ഞാൻ ആചാര്യ പോയി കണ്ടിന്ന്. ആചാര്യ 5 സെന്റ് സ്ഥലത്തിന് പകരം 10 സെന്റ് സ്ഥലം തരാണെന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കും. ഇങ്ങനെയാണ് ആചാര്യ പറയുന്നത്. അതിലിപ്പോ എന്താ ചെയ്യാ? നമ്മളെ സ്ഥലം നീക്കി കൊടുക്കേണ്ടി വരും. അതാവോ മൂപ്പര് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതാണ് വേണ്ടത്. അങ്ങനെ ആയാലും റോഡാവും. എന്താ ചെയ്യാ? നമുക്ക് അത് ചെയ്യേണ്ടി വരും. അല്ലാതെ ഇപ്പൊ റോഡാണ്ട്, അല്ലെങ്കിൽ നമ്മൾ വസമാവുമല്ലോ. പിന്നെ പോക്കരാജി പറയുന്നത് എന്താണെന്നറിയോ? മൂപ്പർക്ക് അവിടെ മതിൽ നിർബന്ധമായിട്ടും വെച്ച് കൊടുക്കുന്ന സ്ഥലത്ത് തന്നെ ആ മതിലിപ്പോൾ ഒരു സംഖ്യ വരും. അപ്പം റോഡ് കമ്മിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പൈസൻ്റെ കാര്യം എല്ലാവരും പറഞ്ഞെന്നല്ല ആരും തന്നിട്ടില്ല. ഇപ്പം ആ റോഡ് നടന്നില്ലെങ്കിൽ പിന്നോട്ട് നടക്കലും ഉണ്ടാവില്ല. എന്താ ഇനി അതിന് പരിഹാരം കാണാൻ? ആരും പൈസ എഴുതി തൽക്കാലം നിങ്ങളെ പറമ്പിറ്റ പൈസ ഉണ്ടല്ലോ കയ്യിൽ, എന്നാണ്ട് കൊടുത്താൽ റോഡ് കമ്മിറ്റി പിരിച്ചെടുത്ത പൈസ ഉണ്ട് കിട്ടുമ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ആ പൈസ എടുക്കും ചെയ്യാം. അങ്ങനെ ചെയ്യല്ലേ? എന്തായാലും പെട്ടെന്ന് റോഡ് നടന്നില്ലെങ്കിൽ പിന്നെ അതിന് ഏർപ്പെട്ടൊരു കാര്യമില്ല. ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ വലിയ രാഷ്ട്രീയ നേതാവും വളക്കാരനുമായി. നിങ്ങളെ കൂടെ ഇരുന്ന കാതറാക്കല്ല പോണത്. മൂപ്പ നമുക്ക് വണ്ടി കയറ്റാലോ. അയാൾ പെരിയുള്ളവരൊന്നും പറഞ്ഞ കേൾക്കാതെ പുറത്തിറങ്ങിയാണ് നടക്കുകയാണ്. ഇരിക്കണം, ഒരു തിരക്കുണ്ട് ഒന്നും ഉണ്ടാകുന്നു.
അങ്ങനെ ഉപ്പപ്പേ കുറേ കഷ്ടപ്പെട്ട് കുട്ടീനെ അടുത്തെത്തി. ഈ പെണ്ണ് എവിടുക്ക പോണേ? ഇവിടെ വാടി. ആ തന്തത വരണേ, അതിനെ കണ്ടിട്ട് മണ്ടിയാണത്. പപ്പ കുട്ടിയോടെ മുട്ടായി കൊണ്ടുവന്ന് പപ്പാടെ കുട്ടിക്ക് പപ്പ മുട്ടായി കൊണ്ടുവന്നേക്കണ്. നമുക്ക് കുടിക്ക് പോണ്ടേ? കുകാണ്. പതിക്കട്ടാ. പപ്പ കുട്ടി ഇവിടെ വരി. മമ്മ നമ്മളെ കുടിയിലുണ്ട്. മമ്മ കുട്ടീനെ ചോദിക്കുന്നുണ്ടല്ലോ, പോവണ്ടേ? എന്ത് മുട്ടായാണാവോ ആ കുട്ടിക്ക് കൊടുന്നു കൊടുത്തിക്കണത്? പപ്പ പോട്ടെട്ടാ. പപ്പ കളി. അല്ല, നിങ്ങൾ പോവുക, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവേ. അങ്ങനെ ഉപ്പ മരിച്ചു. അന്ന് വീട്ടിലെ ഇപ്പാൻ്റെതൊക്കെ ഏതായാലും കഴിഞ്ഞു. ഇനി നമുക്ക് ഇപ്പാക്ക് ചെയ്യാൻ പറ്റിയത് എന്തെങ്കിലും ചെയ്യണം. അതൊക്കെ അല്ലേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻഷാ അല്ലാ ദിക്കറും 7, 14 നമുക്ക് നല്ല ജോറായിട്ടാണ് നടത്താം. അതന്നെ, അതൊന്നും പോരാ. നമ്മളെപ്പാക്ക് വേണ്ടിട്ട് നമ്മൾ ദിവസം പള്ളിയിൽ നമ്മൾ ദുആ നടത്തണം. ഇപ്പാക്ക് പഴംപൊരി നെയ്യപ്പം നല്ല തൃപ്തിയായിരുന്നു. നമുക്ക് ഏത് ദിവസം അതുണ്ടാക്കി കൊണ്ടുപോയാലോ പള്ളിയേക്ക്? 7 ദിവസമാക്കണ്ടടി, നമുക്കൊരു 14 ദിവസം കൊണ്ട് കൊണ്ടുപോയി കൊടുക്കാം. എന്നാ കാക്ക അങ്ങനെ ചെയ്യല്ലാക്ക. പാക്ക് വേണ്ടി നമുക്ക് ഒന്നും നമ്മൾ കുറവെടുത്തണ്ട, ഒക്കെ ഉഷാറാക്കാം നമുക്ക്. അതെ, ഇപ്പാക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി നമുക്ക് ദുആ ചെയ്യലേ? അതെ. ഇപ്പാക്ക് ഇനി ചെയ്യാൻ പറ്റിയ എന്തൊക്കെ എല്ലാം നമുക്കാണ് ചെയ്യാം. നമുക്ക് അങ്ങനെ ചെയ്യാം. കാക്ക ഈ ഒരു പണിക്ക് ഈ പള്ളിക്ക് പോയിക്കാണ്ടേ ഉസ്താദിനോട് കുട്ടികളൊക്കെ എപ്പാണ് നിൽക്കലാണ് പറഞ്ഞാളാ. അതാ വരുന്നത് ഉസ്താദ്. ആയിക്കോട്ടെ, ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ പറഞ്ഞോളാം എല്ലാവരും. ഇതൊരു കാര്യം ഈ ഭാഗത്തുള്ള എല്ലാവരോടും പറഞ്ഞു, ആരും ഒഴിവാക്കണ്ട. അതേമാതിരി ആ ഭാഗത്ത് ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞോളൂ. അസ്സലാമു വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പാന്റെ ദിക്കറാണ് മറ്റന്നാള്. അപ്പൊ നിങ്ങളൊരു കാര്യം, നിങ്ങളും മൂലരുട്ടികളില്ലേ എല്ലാരും പാടാണ്ട് പെരേക്ക് വരിക. എന്നാണ്? മറ്റന്നാള്. ഞാൻ 3 പള്ളിക്കലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ വരികയും ചെയ്യും. പരിപാടി നാടടക്കം പറയണുണ്ട്. ഞമ്മക്കിപ്പോ അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്നും ദ്വാരക്കലും ഒക്കെ നടത്താം. ബാപ്പ ഉള്ളപ്പോ വേണ്ട മാതിരി ബാപ്പാക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ പറയരുത് നിങ്ങൾ, അങ്ങനെ ചെയ്തേണ്. അതിപ്പോ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ബേജാറപ്പ കണ്ടപ്പോ. നമുക്ക് വേണ്ട മാതിരി ചെയ്യാം. ബാപ്പിമ്മയും ജീവിച്ചിരിക്കുമ്പോ അവർക്ക് വേണ്ടി എന്തൊക്കെ നമ്മൾ ചെയ്യണം അതൊക്കെ നമ്മൾ ചെയ്യണം. മരിച്ചു പോയിട്ട് ബേജാറായിട്ട് ഒരു കാര്യമില്ല. ബാറോലും കൊല്ലിയാണ്. അപ്പൊ ഖാദറിന്റെ അടിയന്തരത്തോറും നമ്മൾ അതന്നെ ആ ഇറച്ചി വരട്ടിയതല്ല, അതിൽ ഉപ്പ് വളരെ കുറവാണ്. പക്ഷെ ആ കറി ഉണ്ടല്ലോ, അത് 1.5 കറിയാ. അത് ഞാൻ കുടിച്ചിട്ടില്ല. അതെന്തേ? എനിക്ക് പ്രമേയല്ലേ.
വലൈക്കും അസ്സലാം. ഞങ്ങൾ ഖാദറിന്റെ അടിയന്തരം കഴിഞ്ഞേര് അനക്കുണ്ടായിട്ടില്ല. കാതറാക്കാനും കഴിഞ്ഞ് അടുത്ത് ആരാന്നാവും. ആ അടുത്ത മുത്തല്ലത്. അനക്കിന്റെ അടിയന്തര സ്റ്റോർ വെച്ചാണല്ലോടാ, അനക്ക് ഞാൻ കാണിച്ചു തരാം. ആ മാഷേ, ആ. ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിട്ട് വരേ. ആ എന്താ പറയുക? നമ്മുടെ കടവത്ത് കാതൽ മത്സ്യന്റെ അനുശോചനം ഉണ്ട് നാളെ. മാഷ അതിലൊന്ന് പങ്കെടുക്കും. നമ്മളെ കടവത്തെ കാതിൽ മരിച്ച അനുശോചനാണ് അല്ലേ? അവൻ്റെ ആരോഗ്യം സമ്പാദ്യം മുഴുവനും നാടിനും വേണ്ടി ചിലവാക്കി. അവസാനം അവൻ ഒറ്റപ്പെട്ടപ്പോ നിങ്ങളാരും കണ്ടില്ല. എന്നാലും മാഷെ, മരിച്ചതിന് ശേഷം ഒരു അനുശോചനം നമ്മൾ നാട്ടു നടപ്പല്ല. അതൊക്കെ നിങ്ങൾക്ക് അതിന് കിട്ടൂല. ഇവിടെ നടക്കുന്നത് കടവത്ത് ഖാദറിനെ കുറിച്ചുള്ള അനുശോചന യോഗമാണ്. കടവത്ത് ഖാദറിനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആയുസ്സുകാലം മുഴുവൻ ഈ നാടിന് വേണ്ടി ചിലവഴിച്ച മഹാപ്രതിഭയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണ വാർത്ത വളരെ ഞെട്ടലോടെയാണ് നമ്മളെല്ലാവരും കേട്ടത്. അദ്ദേഹത്തിന്റെ നഷ്ടം ഈ നാടിന് തീരാ നഷ്ടമാണ്. കടവത്ത് ഖാദറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞാൽ തീരാത്ത അത്ര വിശേഷങ്ങൾ പറയാനുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് ശേഷം ഒരുപാട് ആളുകൾ പ്രസംഗിക്കാനുള്ളത് കൊണ്ട്